ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. രാജാക്കന്മാർ തങ്ങളുടെ കൊട്ടാരം മൂടിപ്പിടിപ്പിക്കാൻ വേണ്ടി ആനയുടെ ദന്തം ഉപയോഗിക്കുന്ന പതിവ് സാധാരണയായിരുന്നു. സോളമൻ രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. ആഹാബ് രാജാവ് ദന്തഗൃഹം പണിയിപ്പിച്ചു. ദന്തനിർമ്മിതമായ തൽപ്പലങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്നു ശയിക്കുകയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എന്ന് ആമോസ് പ്രവാചകൻ പ്രവചിച്ചു. ദന്തത്തെപ്പറ്റി ഇതുപോലെയുള്ള പരാമർശങ്ങൾ ബൈബിളിൽ അനേകം സ്ഥലത്ത് കാണാം. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത് എന്നൊരു വചനം ഉത്തമഗീതത്തിൽ കാണുന്നു. ഉത്തമഗീതത്തിലെ മണവാട്ടി മാതാവാണെന്ന പൊതുവെയുള്ള പണ്ഡിതമതം. കഴുത്ത് ഉയർന്നു നിൽക്കുന്നതാണ്, അത് ഭംഗി ഉളവാക്കുന്നു. പരിശുദ്ധ മറിയം ദൈവജനത്തെയും ദൈവജനം ദൈവത്തിൻ്റെ മണവാട്ടിയെയും പ്രതിനിധീകരിക്കുന്നു. ഭൗതിക ശരീരത്തിലെ കഴുത്തിൻ്റെ സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിനുള്ളത്. അതിനാൽ ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത് എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ മറിയത്തെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ എന്ന് നാം വിളിച്ചപേക്ഷിക്കുന്നത് എന്നാണ് പരമ്പരാഗതമായ പഠനം. ഐവറി വളരെ വിലമതിക്കപ്പെട്ടതും വളരെ ബലമുള്ളതുമാണ്. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയായതിനാൽ പരിശുദ്ധ മറിയത്തെ സാത്താൻ വളരെ ഭയപ്പെടുന്നുവെന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. മറിയത്തെ ദന്തനിർമ്മിത ഗോപുരം എന്ന് വിശേഷിപ്പിക്കുന്നതിന് ഇത് ഇടയാക്കി. മറിയത്തിൻ്റെ ആത്മീയ കരുത്തും സൗന്ദര്യവുമാണ് ഈ വിശേഷണത്തിലൂടെ അർത്ഥമാക്കുന്നത്. അവൾ തിന്മയുടെ കരങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിച്ച ദന്തം പോലെ ബലമുള്ള കോട്ടയാണ്.